ഗൈസ്, ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹംപി അപ്ഡേറ്റ് ആയിട്ടാണ്. സോ നമ്മൾ ഹംപിയിലേക്ക് പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ടാണ്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. സോ അതിനായിട്ടാണ് വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഹംപിയിൽ തന്നെ സൗത്ത് ആൻഡ് നോർത്ത് സെപ്പറേഷൻ ഉണ്ട്. സൗത്ത് മീൻസ് ടെമ്പിൾ, പ്യുവർ വെജ്, സ്പിരിച്വൽ. നോർത്ത് ഹിപ്പി ഐലൻഡ്, നൈറ്റ് വൈബ്, ചില്ലിംഗ്. അതുപോലെ ഒരു പോയിന്റ് ആണ് നമ്മുടെ സ്റ്റേ. നമ്മൾ സൗത്തിലാണ് സ്റ്റേ നോക്കുന്നതെങ്കിൽ ഒരു 800 തൊട്ടുള്ള ഒരു സ്റ്റേ നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ നോർത്തിലാണ് നോക്കുന്നതെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഹിപ്പി ഐലൻഡ്. സോ ഒരു മിനിമം ഓഫ് 2000-3000 റേഞ്ചിലുള്ള സ്റ്റേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഹംപിയിൽ നിന്ന് സൗത്ത് ഹംപിയിലേക്ക് പോകാനായിട്ട് ഒരു ഫെറി സർവീസ് ആണ് ഉള്ളത്. വിരുപക്ഷ ടെമ്പിളിന്റെ പുറകിൽ ആയിട്ട് ഒരു ഫെറി സർവീസ് ഉണ്ട്. ജസ്റ്റ് ഒരു 10-20 മീറ്ററിന്റെ ദൂരമേ ഉള്ളൂ. എങ്കിൽ നമ്മൾ 50 രൂപ കൊടുത്ത് ഫെറി ചാർജ് കൊടുത്ത് നമുക്ക് പോവാം. അല്ലെങ്കിൽ അത് നമ്മൾ മിസ്സാക്കുകയാണെങ്കിൽ ഇൻ കേസ് നമ്മൾ 25 കിലോമീറ്റർ ചുറ്റി ഒരു ബ്രിഡ്ജിലൂടെ വേണം പോകാൻ. ബിക്കോസ് ഈ ഫെറി സർവീസ് വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ആ ഭാഗത്ത് പുലി ഇറങ്ങുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. സോ നമ്മൾ 25 കിലോമീറ്റർ ഒരു ബ്രിഡ്ജ് കടന്ന് വേണം നമ്മൾ നോർത്ത് ആൻഡ് സൗത്തിലേക്കുള്ള ആ കണക്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ബസ് ഓർ ട്രെയിൻ വഴി നമ്മൾ ഹംപിയിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ നമ്മുടെ ട്രാൻസ്പോർട്ട് മോഡാണ് സ്കൂട്ടി. അപ്പോൾ നമ്മൾ റെന്റൽ സ്കൂട്ടി എടുക്കാനായിട്ട് മാക്സിമം ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന ലോക്കൽ ആൾക്കാരോട് എടുക്കാതിരിക്കാൻ നല്ലത്. എൻഡ് ഓഫ് ദ ഡേ അവരുടെ സ്വഭാവം നമുക്ക് മാറുന്നത് കാണാം. സോ മാക്സിമം അത് ഒഴിവാക്കുക. ഓതറൈസ്ഡ് ഡീലേഴ്സിനെ നമുക്ക് കടകൾ ആയിട്ട് ഇങ്ങനെ കാണും, റോഡ് സൈഡിൽ കാണാൻ പറ്റും. മാക്സിമം അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ബ്ലാക്ക് നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് അല്ലാത്ത വണ്ടികൾ സൗത്ത് ഹംപിയിലേക്ക് എൻട്രി ഇല്ല, അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. സോ നമ്മൾ നോർത്ത് ആൻഡ് സൗത്ത് രണ്ടും കറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഡെയിലി ഒരു 600-650 ആ റേഞ്ചിലാണ് കിട്ടുക. അവർ ആദ്യം 700-800 എന്നൊക്കെ പറയും. സോ മാക്സിമം ബാർഗെയിൻ ചെയ്ത് ഒരു 600 എങ്കിലും എത്തിക്കാൻ ശ്രമിക്കുക. പോയിന്റാണ് ബസ്. നമ്മൾ റെന്റൽ സ്കൂട്ടി തിരിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ബസ് ഓർ ട്രെയിൻ പിടിക്കാനായിട്ട് നമുക്ക് തിരിച്ചു വരണമല്ലോ. അതിനേക്ക് നമ്മൾ നോക്കുന്ന ഒരു ട്രാൻസ്പോർട്ടാണ് ബസ്. പക്ഷേ ബസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ആൻ അവർ കൂടുമ്പോഴാണ് ഒരു ബസ് ഉണ്ടാവുക. അതും വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. സോ മാക്സിമം കൂടുതൽ ടൈം മുന്നേ ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഷെയർ ഓട്ടോസ് ഉണ്ട് അവിടെ. ഒരു 5-6 കിലോമീറ്റർ അടക്കം ഒരു 20 രൂപയ്ക്ക് കൊണ്ടുവന്ന് വിടുന്ന ഷെയർ ഓട്ടോസ് കുറേ ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരമായിട്ട് നമുക്ക് ഇങ്ങനെ കവർ ചെയ്ത് പോവാം. അതും ആലോചിക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ ഓട്ടോ ക്യാബ് എല്ലാം വിളിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് അവർ പറയും. നെക്സ്റ്റ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ അങ്ങനെ അധികം ഒരു ഫുഡിനെ ഉണ്ടാക്കിയ ഒരു സ്ഥലമാണെന്ന് നമുക്ക് തോന്നിയില്ല. നോർമലി എല്ലാവരും കിട്ടുന്ന ഒരു ഫുഡ് തന്നെയാണ് അവിടെ എല്ലാം കണ്ടിരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡാം എക്സ്പെൻസീവ്. സോ നോക്കി കണ്ടൊക്കെ കഴിക്കുക. നല്ല എരിവുള്ള ഫുഡായിരിക്കും മാക്സിമം എല്ലാവരും കിട്ടുന്നത്. സോ എക്സ്പെൻസീവും ആണ്. ആ ഒരു എക്സ്പെൻസിന്റെ വേർത്ത് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് കിട്ടില്ല. സോ നോക്കി കണ്ടും കഴിക്കുക. അടുത്തതൊരു മെയിൻ കാര്യമാണ്, നിങ്ങൾ പോകുന്ന എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ടോയ്ലറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സോ അതെല്ലാം മുന്നേ കൂട്ടി നോക്കിയിട്ട് വേണം പോകാനായിട്ട്. സോ ദിസ് ഇസ് ഇറ്റ്. ഹാപ്പി ജേർണി.